ഭാരതത്തിന്റെ ആദരണീയനായ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്നും ഭവന വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. 2 ഘട്ടമായാണ് ഡിജിറ്റൽ സെൻസസ് നടക്കുക. മാത്രമല്ല ഈ തവണ ഇതാദ്യമായി പൗരന്മാർക്ക് സ്വയം വിവരങ്ങൾ നൽകുവാനുള്ള അവസരവും ലഭിക്കുന്നു. അപ്പോൾ ഭാരതമെന്ന ഈ മഹത്തരമായ ദേശത്ത് എങ്ങനെയാണ് സെൻസസ് പ്രക്രിയ മുന്നോട്ട് പോകുന്നതെന്ന് നോക്കാം അശ്വതി സതീശിന്റെ എക്സ്പ്ലെയിനറിലൂടെ. ആദ്യഘട്ടം ഏപ്രിൽ 1 ആരംഭിച്ച് സെപ്റ്റംബർ 30 പൂർത്തിയാകും. ആദ്യഘട്ടത്തിൽ ഭവന സെൻസസ് അഥവാ HLO എന്ന ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷനാകും ആദ്യം നടക്കുക. താമസ സൗകര്യങ്ങൾ, ലഭ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ, വീടുകളിലെ ആസ്തികൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കും. 2ാം ഘട്ടത്തിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ഓരോ കുടുംബത്തിലെയും വ്യക്തികളുടെ ജനസംഖ്യാപരമായ വിവരങ്ങൾ, സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം, സാമ്പത്തിക നിലവാരം, കുടിയേറ്റം, പ്രത്യുൽപാദന നിരക്ക് എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാകും ഈ ഘട്ടത്തിൽ ശേഖരിക്കുക. ഈ ഘട്ടത്തിലാകും ജാതി സെൻസസും നടക്കുന്നത്. ഏകദേശം 30 ലക്ഷം പേർ വീടാന്തരം കയറി വിവരശേഖരണം നടത്തും. ചരിത്രത്തിലാദ്യമായി സെൻസസ് നടപടികൾ പൂർണ്ണമായും ഡിജിറ്റൽ രൂപത്തിലാണ് ഇത്തവണ നടക്കുന്നത്. ഇതിനൊപ്പം തന്നെ സെൽഫ് എന്യൂമറേഷനുള്ള സൗകര്യവും ആദ്യമായി സജ്ജമാക്കിയിട്ടുണ്ട്. വിവരങ്ങൾ ശേഖരിക്കാൻ പ്രത്യേക മൊബൈൽ ആപ്പും സെൽഫ് എന്യൂമറേഷൻ പോർട്ടലും ഉണ്ടാകും. 16 ഭാഷകളിൽ ആപ്പ് ഉപയോഗിക്കാനാകും. ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലെങ്കിലും ആപ്ലിക്കേഷൻ പ്രവർത്തിപ്പിക്കാം. ഗ്രാമവിദൂര പ്രദേശങ്ങളിലെ വിവരശേഖരണം ലളിതമാക്കാൻ ഇത് സഹായിക്കും. ഔദ്യോഗിക പോർട്ടൽ വഴി പൗരന്മാർക്ക് സ്വയം എന്യൂമറേറ്റ് ചെയ്യാനും അവസരമുണ്ട്. വിവരങ്ങൾ നൽകുന്നതോടെ പ്രത്യേക സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുമ്പോൾ ഇത് പങ്കിടാം. കേരളത്തിൽ ആദ്യഘട്ട സെൻസസ് ജൂണിലാകും ആരംഭിക്കുക. സെൽഫ് എന്യൂമറേഷന് ജൂൺ 16 മുതൽ ജൂൺ 30 വരെ സമയമുണ്ടാകും. ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെ സെൻസസ് ഉദ്യോഗസ്ഥർ നേരിട്ട് വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കും. വീടിന്റെ നിർമ്മാണ രീതി, ശുദ്ധജലം, വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ, വീട്ടിലുള്ള വാഹനങ്ങൾ, ഇന്റർനെറ്റ് ലഭ്യത എന്നിവ ഇതിൽ ഉൾപ്പെടും. 1ാം ഘട്ടത്തിനായുള്ള മാർഗനിർദ്ദേശം 19 ഭാഷകളിൽ തയ്യാറാക്കിയിട്ടുണ്ട്. കർണാടക, ഗോവ, മിസോറാം, ഒഡീഷ, സിക്കിം, ഡൽഹിയിലെ NDMC, ഡൽഹി കണ്ടോൺമെന്റ് ബോർഡ് പ്രദേശങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങളായ ലക്ഷദ്വീപ്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപ് തുടങ്ങിയിടങ്ങളിലാണ് ആദ്യഘട്ട സെൻസസ് നടക്കുക. ഏപ്രിൽ 1 മുതൽ 15 വരെ സെൽഫ് എന്യൂമറേഷനും ഏപ്രിൽ 16 മുതൽ മെയ് 15 വരെ ഭവന സെൻസസും നടത്തും. സെൻസസ് സമയത്ത് യാതൊരു രേഖകളും നൽകേണ്ടതില്ലെന്നും സെൻസസ് സമയത്ത് ശേഖരിക്കുന്ന വ്യക്തിഗത വിവരങ്ങൾ രഹസ്യമായിരിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. 2027 മാർച്ച് 1 അർദ്ധരാത്രി 12 വരെയാണ് സെൻസസ് പൂർത്തിയാക്കാനുള്ള സമയം. സെൻസസ് നടപടികൾക്കായി 11,718.24 കോടി രൂപയാണ് കേന്ദ്രം വകയിരുത്തിയിരിക്കുന്നത്. അവസാനമായി 2011 രാജ്യത്ത് സെൻസസ് നടത്തിയത്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ 8ാമത്തെ സെൻസസിനാണ് ഈ വർഷം തുടക്കമാകുന്നത്.